ഹേ ഹായ് സോ ഇന്ന് നമുക്കൊരു കുക്കിംഗ് വ്ളോഗ് ആക്കാം. അപ്പോൾ എൻ്റെ ഓഫീസിലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഞാൻ എന്തൊക്കെയാണ് കുക്ക് ചെയ്തത് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ തലേന്ന് തന്നെ ഞാൻ ദോശക്കുള്ള മാവും പിന്നെ കടലയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ദോശ മാവ് എന്നെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തില്ല, കാരണം ഞാൻ ഉദ്ദേശിച്ച പോലെ അത് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല. എന്താ റീസൺ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഉഴുന്ന് കൂടി പോയത് കൊണ്ടാണോ എന്നൊരു സംശയം. എങ്കിലും ദോശയായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഓർത്തു ഇന്ന് ചോറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബാലൻസ്ഡ് മീലാണ് കുറച്ച് നാളായിട്ട് കഴിക്കാൻ ശ്രമിക്കുന്നത്. എന്നെക്കൊണ്ട് പറ്റുമ്പോൾ എല്ലാം അത് കഴിക്കാൻ നോക്കും, കാരണം നമ്മുടെ ബോഡിക്ക് എല്ലാം ആവശ്യമാണല്ലോ. അപ്പോൾ കുറച്ച് കാർബ്സ് ഞാൻ എടുക്കാറുണ്ട്, ദാറ്റ് ഈസ് നമ്മുടെ ചോറ്. അപ്പോൾ ഞാൻ ബസ്മതി അരിയാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ബിരിയാണി റൈസ് ഉണ്ടല്ലോ അത്. ഓക്കെ, അപ്പോൾ അത് എനിക്കറിയില്ല എൻ്റെ ഒരു അളവിൽ കേട്ടോ. ഗ്ലാസ്സിൽ അളക്കാനൊന്നും എനിക്കറിയാത്തതുകൊണ്ട് ഞാനൊരു ഊഹാപോഹത്തിൽ ഇത്ര മതി എന്നുള്ള കണക്കിലേക്ക് കുക്കറിലിട്ടു. എന്നിട്ട് അത് വാഷ് ചെയ്തു. ഇനി നമുക്ക് ഉപ്പ് വേണമല്ലോ, ഉപ്പും അത് തന്നെ എൻ്റെ എല്ലാം കൈക്കണക്കാണ്. അപ്പോൾ അതും എൻ്റെ ഏകദേശ ധാരണയിൽ ഇത്രയൊക്കെ മതി എന്നുള്ള ഒരു രീതിക്ക് ഞാൻ ഉപ്പ് ഇടും. എന്നിട്ട് ഞാനിത് വെച്ചു. അപ്പോൾ ആക്ച്വലി എനിക്ക് ഈ ഒരു ചോറ് 3 വിസിൽ മതി കറക്റ്റ് ലെവലിൽ സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ടൈമിലേക്ക് എനിക്ക് കുറച്ച് വെജിറ്റബിൾസ് കൂടെ കട്ട് ചെയ്യണം. അപ്പോൾ ഞാനിന്ന് ചീരത്തോരൻ, കടലത്തോരൻ, ബീഫ് റോസ്റ്റ് ഉണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ബീഫ് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബീഫ് റോസ്റ്റ്, പിന്നെ ദോശയും ബീഫ് റോസ്റ്റാണ് കരുതുന്നത്. ചോറിൻ്റെ കൂടെ കടലയും നമ്മുടെ ചീരത്തോരനും, പിന്നെ ഞാൻ തലേന്ന് ഡേറ്റ്സ് അച്ചാർ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി, സോറി. അപ്പോൾ അതും പിന്നെ കുറച്ച് കുക്കുംബറും, പിന്നെന്താ ഞാൻ ചമ്മന്തിയും. ഇത്രയും മതിയല്ലോ അല്ലേ? ബാലൻസ്ഡ് മീൽ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചീരയും വീട്ടിൽ നിന്ന് കട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഇനി ഞാൻ ഓർത്ത് വേണ്ട സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് വയ്ക്കാം, അപ്പോൾ പിന്നെ നമുക്ക് എളുപ്പം ചെയ്യാമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സവോളയാണ് കട്ട് ചെയ്യാൻ എടുക്കുന്നത്. സോ ബീഫ് റോസ്റ്റിന് വേണം. പിന്നെ ഞാൻ ഒരു പീസ് ഞാൻ ചെറുതായിട്ട് നമ്മുടെ ചീരത്തോരൻ്റെ മസാല ഗ്രൈൻഡ് ചെയ്യുമല്ലോ, അത് തേങ്ങയൊക്കെ അതിൻ്റെ അകത്തോട്ട് ഇടാമെന്ന് കരുതിയിട്ടുണ്ട്. പക്ഷേ ഇട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇട്ടില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ അതും ബീഫ് റോസ്റ്റിലേക്ക് എടുത്തായിരുന്നു തോന്നി. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഇഞ്ചിയും, പിന്നെ 2 വെളുത്തുള്ളിയുടെ പീസസും എടുത്തിട്ടുണ്ട്. നമുക്ക് തോരനിലേക്ക് വേണം, കടലത്തോരനും വേണം, പിന്നെ അതേപോലെ ചീരത്തോരനും വേണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ സവോളയൊക്കെ സ്ലൈസ് ചെയ്തു, പിന്നെ അതേപോലെ തക്കാളി സ്ലൈസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ അവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ സ്ലൈസ് ചെയ്ത് നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഓൾറെഡി അത് ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തോരന് വേണ്ട മിക്സാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ തലേന്ന് തന്നെ തേങ്ങ തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗ്രൈൻഡിലേക്ക്, നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും, പിന്നെ അതേപോലെ നല്ല ജീരകം ഉണ്ടല്ലോ, അപ്പോൾ കുറച്ച് ജീരകവും മഞ്ഞൾപ്പൊടിയും ഉപ്പും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും എനിക്കൊരു ധാരണ, ഞാൻ അമ്മ ചെയ്യുന്ന കണ്ടൊരു ഓർമ്മയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്, കാരണം ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഓർമ്മയിൽ ഞാൻ യൂട്യൂബ് നോക്കിയില്ലേ ഇത് തോരനുണ്ടാക്കാറൊന്നും. സില്ലി ഗൈസ്, ഞാനതൊക്കെ എനിക്ക് ഓൾറെഡി അറിയാവുന്ന പോലെ ഓർമ്മ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുകയാണ് ധാരണയിൽ. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ, കാരണം തോരനിൽ ഞാൻ അമ്മ എങ്ങനെ മുളക് പൊടി ഒരു തുള്ളിൽ എന്തോ ഇട്ടേ കണ്ടിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും ഞാനത് ഇട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും എന്താണെന്നറിയില്ല, ചീരത്തോരനൊക്കെ കഴിക്കണമെന്ന് തോന്നി, കാരണം വെജിറ്റബിൾസ് നമ്മുടെ ശരീരത്തിന് നല്ലതുപോലെ വേണം. ഞാനാണെങ്കിൽ ഇതൊന്നും കഴിക്കണില്ല ഇവിടെ നിൽക്കുമ്പോൾ. അങ്ങനെയാണ് ഞാൻ ചീരയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ ഇതാ ഞാൻ മിക്സിയുടെ ഗ്രൈൻഡറിലിട്ട് അതൊന്ന് ജസ്റ്റ് ഒരു കറക്ക് അത്രയും മതിയാവും, കാരണം ഒത്തിരി അങ്ങ് അരിഞ്ഞു പോയത് പേസ്റ്റ് ആയിപ്പോൾ. നമ്മുടെ തോരന് ജസ്റ്റ് ഒന്ന് തരിയായിട്ട് കിടക്കണം. അപ്പോൾ ഒരു കറക്കിന് മതി സംഭവം. പിന്നെ വേണമെങ്കിൽ 2 കറക്കൂടെ കറക്കാം, കാരണം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതഞ്ഞ് വരണമല്ലോ. അപ്പോൾ നമ്മുടെ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ എടുത്തു. പാനിലേക്ക് ഇതിപ്പോൾ ഞാൻ ചീരത്തോരനാണ് കേട്ടോ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, പിന്നെ അതേപോലെ കടുകും വേണം. കടുകിട്ട് പൊട്ടിക്കുകയാണ്. അത് കഴിയുമ്പോൾ കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീരത്തോരൻ എടുത്ത് വെക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് സോട്ട് ചെയ്യണേ, കാരണം ചീര എത്ര ഇട്ടാലും അത് സോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത്രയേ കാണുള്ളൂ. അതെല്ലാവർക്കും അറിയാലോ അല്ലേ. ഞാൻ ചീര ഇട്ടിട്ട് നല്ലതുപോലെ സോട്ട് ചെയ്യണം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വാടി വരും. അപ്പോൾ വാടി വരുന്ന ടൈമിൽ വേണം നമുക്ക് നമ്മൾ വെച്ചേക്കുന്ന മിക്സ് ഉണ്ടല്ലോ, മസാലയുടെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന, അത് ഇതിനകത്ത് ചേർക്കേണ്ടത്. അപ്പോൾ കണ്ടോ, ദൂരം ഇട്ടത് ഞാൻ എന്നിട്ട് ഇത്രേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു ലെവൽ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ തേങ്ങ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിൻ്റെ അകത്തോട്ട് ഇട്ടു. ഇനി ഇത് നമുക്ക് വേവിക്കണം. അപ്പോൾ ആക്ച്വലി അത് ഞാൻ വീട്ടിൽ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട്, എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് അമ്മുമ്മയൊക്കെ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതായത് ജസ്റ്റ് നമ്മുടെ ചുറ്റുമുള്ള ചീരത്തോരനെല്ലാം കൂടെ വെച്ചിട്ട് ഇതിനെ കവർ ചെയ്യും ഗൈസ്, ഒളിപ്പിച്ച് വെച്ചിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കും. അപ്പോൾ ആ തേങ്ങയും വെന്തിട്ടുണ്ടാവും, നമ്മുടെ ഈ ചീരയും ഒന്ന് വെന്തിട്ടുണ്ടാവും ആ ഒരു ആവിയിലിരുന്നിട്ട്. അപ്പോൾ അതുപോലെ ഞാനിങ്ങനെ അതിനെ ഒളിപ്പിച്ച് വെക്കുകയാണ്. തേങ്ങ ആരും കാണരുത്, സീക്രട്ടായിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു അടപ്പ് വെച്ചിട്ട് ഇത് അടച്ചു വെച്ചു. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവം ഇങ്ങനെ ആയിട്ട് ഒന്നും കൂടെ അത് ചുരുങ്ങിയില്ലേ നമ്മുടെ ചീര, അത് നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്നിട്ട് ആ തേങ്ങയിട്ട് നല്ലതുപോലെ ഇത് മിക്സ് ആക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ ചീരത്തോരൻ ഈസ് റെഡി. പിന്നെ ഉപ്പൂടെ നോക്കണം കേട്ടോ.
അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ നെക്സ്റ്റ് പാനിൽ തന്നെ നമ്മുടെ സവോള നല്ലതുപോലെ സോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, കാരണം എനിക്ക് ബീഫ് വെക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്ന് പെട്ടെന്ന് ചെയ്യുകയാണ്. അപ്പോൾ ഇത് സോട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ചീരത്തോരൻ എടുത്ത് നമ്മുടെ പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്, കാരണം എല്ലാം കൂടെ ലാസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ നിൽക്കുമ്പോൾ പാത്രം കാണില്ല. അപ്പം പിന്നെ ഞാൻ ഓരോന്ന് ചെയ്യുന്നതനുസരിച്ച് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചോറ് വെന്തിട്ട് ഞാൻ ആ വെള്ളം കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഈ പാത്രത്തിൽ. അപ്പോൾ അത് ചോറും സെറ്റായിട്ടുണ്ട്, കണ്ടോ കറക്റ്റ് എനിക്ക് ചോറിൻ്റെ അളവുണ്ടായിരുന്നു. അപ്പോൾ ചോറുമായി ചീരത്തോരനുമായി. പിന്നെ ബീഫ് ഞാൻ തക്കാളി ഇട്ട് റോസ്റ്റ് ചെയ്തിട്ട് ബീഫും അവിടെ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കടലയും വേവിച്ചു, സെയിം നമ്മുടെ മസാല തന്നെ ഇട്ടിട്ട് അതിൻ്റെ തോരനും വെച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ദോശ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഉപ്പിട്ടിട്ട് ദോശമാവ് എടുക്കുക. അപ്പോൾ ദോശമാവിന് നല്ല കട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എത്രയൊക്കെ ഇങ്ങനെ കലക്കിയിട്ടും ഭയങ്കര കട്ടിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് ഒരു സൈഡിൽ എൻ്റെ കടലത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഒന്നുമില്ല, കടല വേവിച്ചു, നമ്മുടെ ചീരത്തോരൻ ഇട്ട സെയിം മസാല ഇട്ടു, ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു, അത്രേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ദോശ സൈഡിൽ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അപ്പുറത്തെ സ്റ്റൗവിൽ എൻ്റെ ബീഫ് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ദോശയും ബീഫുമാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ദോശമാവ് ഞാൻ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കട്ടി ഉണ്ടായിരുന്നുള്ളൂ, ടേസ്റ്റിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ടേസ്റ്റ് നോർമൽ ദോശയുടെ ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇച്ചിരി കട്ടിയായിപ്പോയി. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇഫ് യു ഗൈസ് നോ, ഡു പ്ലീസ് കമൻറ്റ് ബിലോ. ഓക്കെ. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. അപ്പം രാവിലെ ദോശയും ബീഫ് റോസ്റ്റും ആണ്, അപ്പം അതുകൊണ്ട് ഞാൻ അതെല്ലാം സെറ്റാക്കി. അങ്ങനെ നമ്മുടെ ദോശയും ബീഫ് റോസ്റ്റും രണ്ടും സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു പകുതി കുക്കുംബറും കൂടെ എടുത്തു, ബാലൻസ്ഡ് ആവണമല്ലോ നമ്മുടെ മീൽ. അങ്ങനെ കുക്കുംബറും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ തേങ്ങാ ചമ്മന്തിയും അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അല്ല കാന്താരി മുളകൊക്കെ ഇട്ട്. അങ്ങനെ എല്ലാം പാക്ക് ചെയ്തു. സോ പീപ്സ്, എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും റെഡി ആയിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ഓക്കേടാ, ബൈ. സബ്സ്ക്രൈബ് ചെയ്യാം.